അദാനിയും അംബാനിയും അല്ലാത്തവർക്ക്, രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവർക്ക്, ഏഴകൾക്ക്, പാവങ്ങൾക്ക് പൊടുന്നനെ അങ്ങ് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന് അറിയാത്തവരല്ല. രാഷ്ട്രപതി തലസ്ഥാനത്തുള്ള ദിവസം ആ ക്ലിഫ് ഹൗസ് മാർച്ച് പോലീസ് ദയാരഹിതം തൂക്കിയെറിയുമെന്നറിയാത്തവരുമല്ല. സാംക്രമിക രോഗം പടർത്തുന്ന കീടങ്ങൾ, അരാജകവാദികൾ, പാട്ടപ്പിരിവുകാർ തുടങ്ങി കുടകൊടുത്ത ഗോപി ഉമ്മയും കൊടുത്തോ എന്ന വൈകൃതം നാറുന്ന വഷളു വർത്താനങ്ങൾ, സമരം പൊളിക്കാൻ CITU വക നീചമായ നീക്കങ്ങൾ. എന്നിട്ടും തളരാതെ ആ സമരം മാസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ അവഗണിച്ചു തള്ളിയ അടിസ്ഥാന വർഗ വിരുദ്ധ നയത്തിൽ ഗതികെട്ടാണ് ആ സമരത്തിന്റെ അടുത്ത ഘട്ടം. പിണറായി സർക്കാർ ആഘോഷത്തോടെ 5ാം വർഷത്തിലേക്ക് കടന്ന അതേ ദിവസമാണ് കേരളം കണ്ട ഐതിഹാസിക സമരത്തിന് 100 നാളുകൾ പൂർത്തിയായത്. അതിജീവന പോരാട്ടം ഇന്ന് 256ാം നാളാണ്. രാപ്പകൽ സമരം, നിരാഹാര സമരം, മുടിമുറിക്കൽ, നിയമസഭാ മാർച്ച്, പ്രതിഷേധ പൊങ്കാല, രാപ്പകൽ സമരയാത്രയെന്നു വേണ്ട. അരപ്പട്ടണിക്കാരായ അമ്മമാർ, സ്ത്രീകൾ ആഞ്ഞു വിളിച്ച മുദ്രാവാക്യങ്ങൾ. ഇക്കണ്ട നാളൊന്നും അധികാരമൂച്ചിൽ അന്ധകാരം ബാധിച്ചവർ കേട്ട മട്ടില്ല. വഞ്ചന, വഞ്ചനയ്ക്ക് പിന്നാലെ വഞ്ചനയിൽ, ഒരു കമ്മീഷൻ പഠിക്കൽ ഉടായ്പിൽ, വെറും വാഗ്ദാനങ്ങളിൽ. നേർത്തില്ലാതായ ആ സമരം ചത്തുമലയ്ക്കും എന്ന് കരുതി അധികാര ദൈവങ്ങളുടെ പെടലിക്ക് കിട്ടിയ മർദ്ദനമാണ് ഇന്ന് തലസ്ഥാനം കണ്ട സമരമുന്നേറ്റം. ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. വരുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ശബരിമലയിലെ കാട്ടുകൊള്ളയിലടക്കം മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സർക്കാർ ഇക്കാലം അത്രയും അവഗണിച്ച സമരം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയുണ്ടാക്കാമെന്ന് ഉറപ്പെന്നാണ് കേൾവി. അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. കലാപശ്രമം, ഭീകരവാദ നുഴഞ്ഞുകയറ്റം എന്നൊക്കെ പറഞ്ഞ് ഗീബൽസിൻ പ്രൊപ്പഗണ്ട, കേസും വേട്ടയും. UDF, ജമാഅത്തെ ഇസ്ലാമി പതിവ് ചാപ്പുകളുമായി ഇതിനോടകം അവതരിക്കേണ്ടതാണ് പാർട്ടി സെക്രട്ടറി. ഇലക്ഷൻ മുന്നിൽ കണ്ടെങ്കിലും ആ പാവം സ്ത്രീകൾക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കണം സാറേ, എന്നിട്ട് വിളിക്കാം. ആത്മാവില്ലാത്ത, ആത്മാർത്ഥമല്ലാത്ത ആ മുദ്രാവാക്യം. മുതലാളിത്തം തുലയട്ടെ, തൊഴിലാളി വർഗം സിന്ദാബാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.